ഹലോ കൂട്ടുകാരെ, ഇതുകൊണ്ട് ഞങ്ങളുടെ മരമുന്തിരി സബാറ എന്ന് പറയേ, ജംബോട്ടിക്കാബായെ, അത് 8 വർഷം കഴിഞ്ഞ് കായ്ക്കുള്ളെന്ന് പറഞ്ഞ് മേടിച്ചുകൊണ്ട് വന്ന. ഇപ്പോൾ ഇതേ 3 വർഷം കഴിഞ്ഞ് 3.5 വർഷമായപ്പോഴേ കായ്ച്ചു. കണ്ടോ, 3.5 വർഷമായപ്പോഴേ കായ്ച്ചു. 3 വർഷം കഴിഞ്ഞു, 3.5 വർഷമാവുന്നു. അന്നേരത്തേനും കായ്ച്ചു മരമുന്തിരി. കണ്ടോ, ഇത് 8 വർഷമാവുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് പിന്നെ ഞങ്ങൾ ഹൈബ്രിഡിൻ്റെ മേടിച്ചു കൊണ്ട് വെച്ചേ, പെട്ടെന്ന് കായ്ക്കാൻ വേണ്ടി. അപ്പോൾ അത് കായ്ക്കുന്നതിനിപ്പുറം അത് കായ്ച്ചിട്ടില്ല, അത് കായ്ക്കുന്നതിനിപ്പുറം ഇത് കായ്ച്ചു. അതേ കണ്ടോ. അപ്പോൾ 3.5 വർഷം 8 വർഷം കാത്തിരിക്കേണ്ട സബാറ എന്ന മരമുന്തിരിയെ, അത് ഇതേ 3.5 വർഷം കഴിഞ്ഞപ്പം കായ്ച്ചു. 3 വർഷം കഴിഞ്ഞ് 3.5 അപ്പോഴത്തേനും കായ്ച്ചു. കണ്ടോ, വെള്ളം നല്ലപോലെ കൊടുക്കും രാവിലെയും വൈകിട്ടും. പിന്നെ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പും പിണ്ണാക്കുമൊക്കെ കൂട്ടി ഇളക്കി കൊടുത്തു. കണ്ടോ, ഇത്ര മുഴുപ്പുള്ളേ. കണ്ടോ, അവിടെ ഇവിടെ എല്ലാം കായ ഉണ്ടാകുന്നുണ്ട്. തടിയേലാണ് കായ ഉണ്ടാകുന്നത്, ചേർന്ന മുന്തിരിങ്ങ പോലെ. ആദ്യം പച്ച കളർ വരുവേ, പിന്നെ ഒരു ബ്രൗൺ കളർ, അത് കഴിഞ്ഞിട്ട് നല്ല കറുത്ത കളർ വരും, മുന്തിരിയുടെ തന്നെ കളർ. ഇത് വേറെ എണ്ണം ഞങ്ങൾ 2-3 എണ്ണം മേടിച്ചേ, 3 എണ്ണം മേടിച്ച് നട്ടിട്ടുണ്ട്. ഇത് ട്രമ്മിലാണ് നട്ടേക്കുന്നത്. 8 വർഷമാകുന്നൊക്കെ ഓർത്തിരുന്നത്, ഇപ്പം 3.5 വർഷം. നല്ലപോലെ വളം കൊടുത്താൽ മതി, വെള്ളവും കൊടുക്കണം നല്ലപോലെ. സബാറ എന്ന് പറഞ്ഞിട്ട് പേര്. മരമുന്തിരി എന്ന് പറയും, ജംബോട്ടിക്കാബ എന്ന് പറയും, സബാറ. കണ്ടോ, ഇത്ര മുഴുപ്പേ ഉള്ളൂ. ഇതിൻ്റെ പൂ കണ്ടോ, ഇതിലെ തടിയക്കടയെല്ലാം പൂ ഉണ്ടായിട്ട് കായ ഉണ്ടാവും. കായ നല്ല മുഴുപ്പുണ്ട്, വളർച്ചയുണ്ട് കേട്ടോ. നല്ല മധുരവും രുചിയുള്ളതാണ്. മുന്തിരിങ്ങായ്ക്കാലം മധുരം ഉണ്ടെന്നാണ് പറയുന്നത്, നഴ്സറിക്കാർ പറഞ്ഞു. കണ്ടോ, ഇത്ര മുഴുപ്പുണ്ട്, പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. വണ്ണം കുറവന്നിട്ടും. കണ്ടോ, പൂവും കായും എല്ലാടെ വരുന്ന കണ്ടോ കൂട്ടുകാരെ, നല്ല പച്ചക്ക. ഇങ്ങനെ തടിയിലെ തോല് പൊളിഞ്ഞ് വരുമ്പോഴാണ് കായ്ക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ തടിയിലെ ഇച്ചിരി തോലൊക്കെ പൊളിഞ്ഞു വന്നു ഉണങ്ങിയിട്ടേ. താങ്ക് യു കൂട്ടുകാർ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.